ഹായ് ഫ്രണ്ട്സ്, ശ്രീനാഥാണ്. നമ്മുടെ അമ്പലപ്പുഴ മുതൽ എറണാകുളം വരെയുള്ള റൂട്ടിൽ നിലവിൽ ആരംഭിച്ചിരിക്കുന്ന ഡബ്ലിങ്ങിൻ്റെ ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നിലവിൽ കായംകുളം മുതൽ അമ്പലപ്പുഴ വരെയാണ് ഡബ്ലിംഗ് വർക്കുകൾ പൂർത്തിയായിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ കാണാവുന്നതുപോലെ വീഡിയോയിൽ വലതുവശത്തായിട്ട് കാണുന്നതാണ് തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള മെയിൻ ലൈന്. നമ്മുടെ അമ്പലപ്പുഴ സ്റ്റേഷന് തൊട്ടടുത്ത് വെച്ചാണ് ഈ ഡബിൾ ലൈൻ ആരംഭിക്കുന്നത്. അതായത് കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ NH കടന്നു പോകുന്ന മേൽപ്പാലം ഉണ്ടല്ലോ, ആ മേൽപ്പാലം കടന്ന് കുറച്ച് മുന്നിലോട്ട് വരുമ്പോഴത്തേക്കും ഡബിളിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയ ലൈന് തിരുവനന്തപുരം ഭാഗത്തേക്ക് ആരംഭിക്കുന്നു. അപ്പോൾ നമ്മൾ ട്രെയിനിൽ വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരു ട്രാക്ക് സ്വിച്ചിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് വണ്ടികളൊന്ന് സ്പീഡ് പിടിക്കുന്നത്. അതായത് സ്റ്റോപ്പില്ലാത്ത വണ്ടികൾ സ്പീഡ് പിടിക്കും, സ്റ്റോപ്പുള്ള വണ്ടികളും ചെറുതായിട്ടൊന്ന് സ്പീഡ് പിടിച്ചിട്ടേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് നിർത്തത്തുള്ളൂ. അപ്പോൾ ഈ കാണുന്നതാണ് ഡബിൾ ലൈന്. അപ്പോൾ നമുക്ക് ഈ എറണാകുളം റൂട്ടിൽ എന്തുമാത്രം ഡബിളിംഗ് വർക്കുകൾ പ്രോഗ്രസ് ആവുന്നുണ്ട് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടെ നമുക്ക് നോക്കാം. പരമാവധി വർക്കുള്ള സ്ഥലങ്ങൾ മാത്രമാണ് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മൊത്തമായി കാണാൻ ശ്രമിക്കുക. ഇപ്പം നമുക്ക് ഏകദേശം തുറവൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പം ആ ഭാഗത്തെ കാഴ്ചകളാകുമ്പോഴത്തേക്കും ഞാൻ വീഡിയോസ് എടുക്കാം. ഈ കാണുന്നത് ആലപ്പുഴയിൽ നിലവിലുള്ള പിറ്റ് ലൈനാണ്. ഡബിളിംഗ് വർക്ക് നടക്കുന്ന സെയിം അലൈൻമെന്റിലാണ് ഈ പിറ്റ് ലൈൻ സ്ഥിതി ചെയ്യുന്നത്. മിക്കവാറും ഈ പിറ്റ് ലൈൻ പോകാനാണ് സാധ്യത. കാരണം പുതിയ ലൈൻ വരേണ്ടത് ഈ ഭാഗത്തൊക്കെ ഇടതുവശത്താണ്. ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ഇടതുവശത്താണ്. ഇതാണ് ആലപ്പുഴ സ്റ്റേഷന്റെ കാര്യം. പിന്നെ ഇവിടെ കുറെ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടികളുടെ ബഹളമായിരിക്കും. അതായത് പിറ്റ് ലൈനിൽ വരെ വണ്ടി കൊണ്ടിട്ടിട്ട് വേണം ഇവർക്ക് ചില സമയത്ത് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട്. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഒരു മെമു കിടപ്പുണ്ട്. ഇനി ഇത് വൈകുന്നേരം വരെ ഇവിടെ കിടക്കും. എറണാകുളത്തുനിന്ന് രാവിലെ വന്ന മെമു ആണ്. ഇനി വൈകുന്നേരം വരെ ഇത് ആലപ്പുഴയിൽ തന്നെ കിടക്കും. എന്നിട്ട് വൈകുന്നേരം കൊല്ലം പോകും. ഇതൊക്കെ എടുത്തൊരു ഒരു പകൽ സമയത്ത് ഒരു കൊല്ലം അടിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് വളരെ ഉപകാരമായിരുന്നു. ഇതുപോലെ ഒരുപാട് വാട്ടർ ബോഡീസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് പാലങ്ങൾ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഫുൾ സ്ട്രെച്ചിൽ മൊത്തം റൂട്ട് നമ്മൾ നോക്കിയാൽ അമ്പലപ്പുഴ തൊട്ട് എറണാകുളം വരെ നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ പാലങ്ങൾ നിർമ്മിക്കേണ്ടതായിട്ടുള്ളത് ഈ ഒരു തുറവൂര് മുതൽ നമ്മുടെ എറണാകുളം വരെയുള്ള ഭാഗത്തായിരിക്കണം. ഇനിയാണ് നമ്മുടെ മറ്റേ അരൂര് കുമ്പളം ബ്രിഡ്ജ് വരുന്നത്. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കും നല്ലപോലെ സമയമെടുക്കുന്ന ഒരു ബ്രിഡ്ജാണ്. കാരണം ഒരുപാട് സ്പാനുകൾ വേണ്ടി വരും. അപ്പം അത് നല്ല ടൈം എടുക്കാൻ സാധ്യതയുള്ളൊരു കൺസ്ട്രക്ഷനാണ്. നമ്മുടെ ആലപ്പുഴ ജില്ലേനെയും എറണാകുളം ജില്ലേനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ്. ഇപ്പൊ നമ്മൾ ഏകദേശം അരൂര് പാലം, അരൂര് കുമ്പളം ബ്രിഡ്ജ് എത്താറാവുന്നു.
ഇതാണ് നമ്മുടെ ഇടക്കൊച്ചി തൊപ്പുംപടി ഒക്കെ പോകുന്ന റോഡ്. ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ഈ എൻഡിലും അത്യാവശ്യം വർക്കുകൾ, ലെവലിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ തൊട്ടടുത്ത് നമ്മുടെ കുമ്പളം സ്റ്റേഷനാണ്. നമുക്കിവിടെ ഒരു ക്രോസിംഗ് ഉണ്ട്. ക്രോസിങ്ങിനുള്ള വണ്ടി വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെയും കാര്യമായിട്ട് വർക്കൊക്കെ നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. ക്രോസിങ്ങിനുള്ള വണ്ടി ഇവിടെ വന്ന് കിടപ്പുണ്ട്. ആ സൈഡ് മോഷൻ റിബണൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. പോർബന്ദർ കൊച്ചുവേളി വണ്ടിയാണ്. ഈ സൈഡിലെ കാഴ്ചകൾ ഏകദേശം തീർന്നു, കാരണം ഇപ്പൊ ഇവിടെ ട്രെയിൻ കിടക്കുവാണല്ലോ. ഈ ട്രെയിൻ പോയിട്ട് നമുക്ക് നോക്കാം. അപ്പുറത്തെ സൈഡിൽ കുറച്ച് കാഴ്ചകൾ ഉണ്ടായിരുന്നു, ഞാൻ നോക്കട്ടെ. ഈ ട്രെയിനൊന്ന് മാറിയിട്ട് ഞാൻ ഈ സൈഡിലേക്ക് തിരിച്ചു വരാം. അത്രയും സമയത്തേക്ക് നമുക്ക് അപ്പുറത്തെ സൈഡിലെ കാഴ്ചകൾ കാണാം. ഈ കാണുന്ന ഭാഗത്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. ഈ സൈഡിലോട്ടൊക്കെ പ്ലാറ്റ്ഫോമിന്റെ എക്സ്റ്റൻഷൻ ഒക്കെ നടക്കുന്നുണ്ട്.
നമ്മുടെ പോർബന്ദർ പോയി കഴിഞ്ഞിട്ട് ആ ഭാഗത്തെ കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത്. അത്യാവശ്യം നല്ല തോതിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ കുമ്പളം സ്റ്റേഷനാണ്. കുമ്പളം സ്റ്റേഷൻ ഒരു വലിയ ക്രോസിംഗ് സ്റ്റേഷനായിട്ട് തന്നെ നിലനിൽക്കും. അപ്പോൾ ഇവിടെ ഒരു റോഡും കൂടെ വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മൂന്ന് പ്ലാറ്റ്ഫോമും 4 ലൈനും ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനിയിപ്പം അടുത്തതായിട്ട് എറണാകുളമാണ്. എറണാകുളം ജംഗ്ഷൻ. നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് അടുത്ത ഏകദേശം വണ്ടിക്ക് തിരിച്ചു വരണം. ആക്ച്വലി ഞാൻ ഇന്ന് അമ്മയുടെ കൂടെ തകഴി അമ്പലത്തിലോട്ടായിട്ട് വന്നതാണ്. ഇന്ന് അവിടെ ആറാട്ടാണ്. ഫെബ്രുവരി 15 തകഴി ആറാട്ട് നടക്കുന്ന ദിവസമാണ്. അപ്പോൾ അമ്മ അമ്പലത്തിലോട്ട് പോയിട്ടുണ്ട്. ഞാനൊന്ന് എറണാകുളം വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ പോസ്റ്റുകളിലെല്ലാം എല്ലാവരും ആലപ്പുഴയുടെ അപ്ഡേറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വീഡിയോയും, അങ്ങോട്ട് പോകുമ്പോൾ വീഡിയോയും ഇങ്ങോട്ട് വരുമ്പം ഫോട്ടോസും എടുക്കാവുന്നതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അപ്പം നമ്മൾ കുമ്പളം സ്റ്റേഷൻ പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗങ്ങളിലെല്ലാം സ്ഥലമൊക്കെ ഏറ്റെടുത്ത് കുറ്റിയൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ പാലം കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് കാണാം ഡബ്ലിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ലെവലിംഗ് വർക്കുകളൊക്കെ നല്ല തോതിൽ നടന്നിട്ടുണ്ട്. ഇവിടെയും മറ്റു സ്ഥലങ്ങളിലെ പോലെ പാലത്തിന്റെ ആവശ്യകതയുണ്ട്. തിരുനെട്ടൂർ സ്റ്റേഷനിൽ ഇപ്പം വണ്ടികൾക്കൊന്നും സ്റ്റോപ്പില്ലെന്നാണ് തോന്നുന്നത്. നമ്മൾ തിരുനെട്ടൂർ സ്റ്റേഷന്റെ ഭാഗങ്ങളാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും നിങ്ങൾക്ക് കാണാം നല്ല തോതിൽ ഡബ്ലിങ്ങിന്റെ ഭാഗമായുള്ള ലെവലിംഗ് വർക്കുകൾ നടന്നിട്ടുണ്ട്. വർക്കുകൾ നല്ല തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിൽ പാലത്തിനായിട്ടുള്ള പ്രാഥമിക പണികൾ ആരംഭിച്ചിട്ടുണ്ട്.
നമ്മൾ ഏകദേശം എറണാകുളത്തോട്ട് അടുക്കുന്നു. നമ്മുടെ കൊച്ചിൻ ഹാർബർ ടെർമിനസ് ലൈനിൽ നിന്നുള്ള റെയിലാണ് ഈ വന്ന് നമ്മുടെ സൈഡിൽ കൂടെ ഇപ്പൊ കാണുന്നത്. ഈ ട്രാക്കാണ് നമ്മുടെ കൊച്ചിൻ ഹാർബർ ടെർമിനസിലേക്ക് പോകുന്നത്. വൈദ്യുതീകരിച്ചിട്ടില്ല. നേവിയുടെ ഉടക്ക് കാരണം അങ്ങോട്ടുള്ള ഇലക്ട്രിഫിക്കേഷൻ ഒന്നും നടക്കത്തില്ല. അങ്ങ് ആ റൂട്ടൊക്കെ ഇലക്ട്രിഫൈ ചെയ്ത് കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൊച്ചിൻ ഹാർബർ ടെർമിനസ് ഒക്കെ നമുക്കൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പൊ റോഡ് നമ്പർ 5 നമ്മുടെ വണ്ടി കയറുന്നത്. അതായത് 3ാമത്തെ പ്ലാറ്റ്ഫോം ആയിരിക്കും. നിത്യാഭ്യാസിയാണ്. പാലക്കാട് നിന്ന് വന്ന മെമു 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടപ്പുണ്ട്. നമ്മൾ 3 കയറുകയാണ്. പിന്നെ ദേ ഈ ഇടതുവശത്ത് കിടക്കുന്നത് നമ്മുടെ JS-ന്റെ റേക്ക് വെച്ച് ഓടുന്ന പാസഞ്ചറാണ്. പിന്നെ സ്പാർക്ക് കിടപ്പുണ്ട്. അതായത് ആക്സിഡന്റ് റിലീഫ് വാന്, ARMV എന്നൊക്കെ പറയും. നമ്മൾ എറണാകുളം ജംഗ്ഷനിൽ 3ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് കയറുകയാണ്. വീഡിയോ നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കുക. താങ്ക് യു ആൻഡ് ബൈ.